ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മഹാരാഷ്ട്രയിലാണുള്ളത്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് ഇപ്പോൾ റൂമിൽ നിന്ന് പോകാൻ നോക്കുകയാണ്. ഇന്നലെയും റൂം എടുക്കേണ്ടി വന്നു, രാത്രി പൊരിഞ്ഞ മഴ. അപ്പോൾ ഇന്നലെ റൂം എടുക്കേണ്ടി വന്നു. അപ്പോൾ കേരള ടു ലഡാക്കിൻ്റെ 5ാമത്തെ ദിവസമാണെന്ന്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് പുറപ്പെടുന്നത്. ഇന്നലെ ഗോവയിൽ നിന്നാണെങ്കിലും ഇന്ന് ഇവിടെ നിന്നാണെങ്കിലും, കാരണം ഒന്ന് റെസ്റ്റ് പോലെ. ഇനിയിപ്പോൾ നാളെ മുതൽ നമുക്ക് ഏർലി മോർണിംഗ് യാത്രയൊക്കെ തുടങ്ങി. അങ്ങനെ നമുക്ക് ചിലവ് കൂടുന്തോറും നമുക്കത് പണിയാണ്. അതുകൊണ്ട് റൂമുകളൊന്നും അധികം എടുക്കാൻ ശ്രമിക്കാതെ, അത്രയും അടിയന്തരമാണെങ്കിൽ മാത്രം. കാരണം ഇവിടെ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റോഡ് സൈഡിൽ നിന്നല്ല അല്ല, കാറ്റൊക്കെ വീശുന്നുണ്ട്, നല്ല മഴക്കാറും ഉണ്ട്. മൊത്തത്തിൽ ഒരു മഴ അന്തരീക്ഷം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ബാഗൊക്കെ ഇങ്ങനെ സെറ്റാക്കി താഴത്തിറങ്ങി വണ്ടിയിൽ പാക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ അല്ലേ? കമോൺ. ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇത് കെട്ടിണ്ടാക്കാനാണ് പണി. ഒരു 15-20 മിനിറ്റ് എങ്ങനെയായാലും വേണം. ഇതാണ് ആ ലോഡ്ജ്. ഇത് ഗോവ മുംബൈ ഹൈവേ. ഇനി ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലാണ്. കസാൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അല്ലേ. ഇത് ഗോവ മുംബൈ ഹൈവേ ആണ്, NH 66. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് ഇതാ NH ഇറങ്ങി എന്തായാലും കഴിക്കണം. മഴ ചാറുന്നുണ്ട് കേട്ടോ, ഇടയ്ക്ക് ചാറുന്നുണ്ട്, പിന്നെ നിൽക്കും. ഇതാണ്ടല്ലേ മുംബൈ റൂട്ടാണ്. ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയൊക്കെ തന്നെയാണ്. എന്താണ് കർലേവാടി, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കറക്റ്റ് ലൊക്കേഷൻ. അങ്ങനെ ഞാനൊന്ന് സൈഡാക്കിയിട്ട് ഒരു ചായയും ഒരു പാക്കറ്റ്, ഇതൊരു സ്വീറ്റാണ്, ചെറിയ സ്വീറ്റായിട്ട് ഒരു സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു കടയിൽ കയറി. കട കണ്ട ഇത് കഴിച്ചിട്ടാവാം. അങ്ങനെ കട എന്നെ ഏൽപ്പിച്ചിട്ട് അവനങ്ങോട്ട് പോയി. അവൻ പറഞ്ഞ് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് എന്നെ ഏൽപ്പിച്ച്, കേരളത്തിൽ നിന്ന് വന്ന് എന്നെ ഏൽപ്പിച്ചിട്ട് ഞാനിപ്പോൾ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരിക്കിപ്പോൾ 2 ചായയും ഒരു സ്നാക്സും ആയി. പിന്നെ ഒരു സ്നാക്സും കൂടി കഴിക്കും. അപ്പോൾ രാവിലത്തെ ഫുഡ് സെറ്റായി. ആയിപ്പോൾ ചായയൊക്കെ എടുത്ത് സുഖം. ഇവർ ചായ ഫ്ലാസ്കിലാക്കി വെക്കുക. അല്ല നമ്മളവിടുത്തെ പോലെ ലേറ്റ് ചായ, മീഡിയം ചായ, സ്ട്രോങ് ചായ, പൊടിച്ചായ, കട്ടൻ ചായ, അവൊക്കെ പരിപാടിയൊന്നുമില്ല. ഒറ്റ ചായ വേണേ കുടിച്ചാൽ മതി. അതാണ് നല്ല ചായയാവും. സ്വിച്ചിട്ട പോലെ മഴ പെയ്യും, അപ്പം തന്നെ നിൽക്കും. അതാണ് പെയ്യണമെന്ന് നല്ല അടിപൊളി മഴയും. ഈ മഴ കാരണം പറ്റിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഡ്രൈവ് ചെയ്യണം പിന്നെയും കുഴപ്പമില്ല, കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഡ്രൈവ് ചെയ്യാം. പക്ഷേ എനിക്ക് ടെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമാണ്. നമ്മുടെ കേരളത്തിലൊക്കെ മഴയാണെങ്കിലും ഇങ്ങോട്ടേക്ക് ഞാൻ മഴ കുറയുന്നു. പക്ഷേ ഇപ്പോൾ മുംബൈയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ മഴയൊക്കെ തന്നെയാണ്, അടിപൊളി മഴ തന്നെയാണ്. അപ്പോൾ അത് ഈ പോണ വഴിയിലാണെങ്കിലും ബാധിച്ചു. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു സംഭവം മാത്രമാണ് എനിക്ക് മഴ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായത്. അല്ല, ഡ്രൈവ് ചെയ്യുന്നത് കുഴപ്പമില്ല. നമുക്ക് ടെൻറ്റ് റൂം എടുക്കുമ്പോഴാണ് നമുക്ക് ചിലവ് കൂടുന്നത്. നമ്മൾക്കങ്ങനെ ചിലവാക്കാനില്ല. നമ്മൾ ബഡ്ജറ്റ് കുറച്ചിട്ടാണ് പോകാൻ നോക്കുന്നത്. ഇപ്പം 5ാമത്തെ ദിവസമായി. അതിലൊരു 1.5 ദിവസം യാത്ര ഉണ്ടായില്ല കേട്ടോ. കാരണം ഹാഫ് ഡേ നീലേശ്വരത്ത് നമ്മുടെ നാട്ടിൽ പോയി, പിന്നെ ഹാഫ് ഡേ റൂം എടുത്ത് റെസ്റ്റ് എടുത്ത് ഗോവയിൽ, പിന്നെ ഒരു ഹാഫ് ഡേ ഇന്നത്തെ ദിവസം. ഇന്നിപ്പോൾ 12 മണിയാകുമ്പോഴല്ലേ തുടങ്ങിയത്. അങ്ങനെ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റ് ആവശ്യമാണ്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറച്ചൊരു ക്ഷീണം വരും. ഇനി ബോഡി അങ്ങോട്ട് സെറ്റാവണം. പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് പരിപാടികൾ, നമ്മൾ ഈ മഴയും കാര്യങ്ങളായതുകൊണ്ടാണ് കുക്കിംഗ് റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല സ്ഥലം നോക്കി കുക്ക് ചെയ്യാനും ഒരു മടി. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മഴ പെയ്താൽ ആകെ പണിയാവും. കാരണം ബാഗൊക്കെ അഴിച്ച് സെറ്റാക്കിയിട്ടല്ലേ, അപ്പോൾ അതൊരു പണി കിട്ടും. അതുകൊണ്ട് കുക്കിംഗ് ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല. കൂടുതലും നൈസായിട്ട് പുറത്തുനിന്നൊക്കെ കഴിച്ച് അങ്ങനെ ലെവലിലാക്കണം. കൂടുതലും തന്നെയാണ് പ്രശ്നം, റൂം എടുത്തിട്ടുള്ള ചിലവ്. ആ റൂം എടുക്കുന്ന പൈസ കൊണ്ട് എത്ര പെട്രോൾ അടിക്കുക? നമ്മൾ
ലക്ഷ്യം അതാണ്. റൂമെടുത്ത് നമ്മൾ സൂചിച്ചിരുന്ന് നല്ല അടിപൊളിയായി കിടന്നു പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം. അപ്പോൾ അതിന് കുറേ ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. പിന്നെ ഞാൻ എൻ്റെ അത്രയും അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ 2 ദിവസം റൂം എടുത്തത്. ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, അതത്ര വലിയ അമ്പലമല്ല, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ നിർത്തുന്നുണ്ട, നല്ലൊരു മഴയുടെ ലക്ഷണമൊക്കെ കാണാനുണ്ട്. ഞാനിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിർത്തിക്കണ്ട്. ഇവിടെ നല്ല എന്തൊഴുക്ക, കോട്ടിടണം ഇല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ കുറേ നേരം മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് സൈഡാക്കി. എന്താ അന്തരീക്ഷം ആണോ. അവിടെ കല്ലട്ടിക്ക് വെച്ചിരിക്കണത്. നമ്മുടെ അവിടെയൊക്കെ ഇവിടെ മിഷ്യൻ കല്ലൊക്കെ ഒരുപാട് കിട്ടുന്ന ഏരിയ തോന്നുന്നു. കാരണം 5-6 നിലയൊക്കെ മിഷ്യൻ കല്ലായിട്ടാണ് പടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളവിടെയൊക്കെ കല്ലുകൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വയ്ക്കല്ലേ ചെയ്യുക. ഇവിടെ ഇങ്ങനെ ചെരിച്ചിട്ടാണ് വയ്ക്കുക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പൻഹാളെ എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. കുറേ ദൂരം കൂടി മുന്നോട്ട് വന്ന് അടുത്തത് ലൊക്കേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് രാജാപൂരാണ്. അത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്ര എന്തായാലും ഇന്ന് കഴിയില്ല, അത് വലിയൊരു സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ അത് കല്ലട്ടിക്ക് വെച്ചിരിക്കണം. നോക്ക് വേണ്ട, നല്ല സെറ്റായിട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെയാണ് ഇവർ അട്ടിക്ക് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? നമ്മളവിടെയൊക്കെ ഇങ്ങനെ സാധാരണ അട്ടിക്ക് വെക്കണം. ഇവിടെ ഇങ്ങനെയാണ് ഞാൻ വേറെ സ്ഥലത്തും കണ്ടിരുന്നത്, റോഡ് സൈഡ് ഇങ്ങനെ കണ്ടിരുന്നത്. കണ്ടില്ലേ? ഇവിടെ ഒരു പുഴയുണ്ട്. അതാ നല്ല കലക്ക വെള്ളമാണ് ഒഴുകണത്. നല്ല കലക്ക വെള്ളം ഒഴുക്കാണ്. എന്തായാലും പെയ്യണ മഴയൊക്കെ നല്ല സ്ട്രോങ്ങുള്ള മഴയാണ്. അപ്പോൾ ഇതെവിടെയാണ്? മഹാരാഷ്ട്രയിലെ പാൻഹാളെ. ഓക്കെ, മഴ തുറന്നിട്ട് മൂവ് ആവാം. ഞാനവിടെ ഇങ്ങനെ സൈഡാക്കിയപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന്, എവിടെയാണ്? കോയമ്പത്തൂരിൽ നിന്നൊരു ഫ്രണ്ട്സ്. അവർ ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ലേ? 100 days all India. 100 days all India. അടിപൊളി. അപ്പോൾ മഴയാണ് പ്രശ്നം അല്ലേ? വെസ്റ്റ് കോസ്റ്റ് ഫുള്ളാ മഴ നല്ല പെയ്യുது. ഊരിൽ അതോടെ മഴ അധികം, കേരള അവിടെ മഴ അധികം. ஓகே அப்போ அவரு மும்பை போயிட்டு இருக்கோம் ப்ரோ இங்க அந்த வேலை பார்த்தோம் ரெஸ்ட் எடுத்துருந்தாங்க நாங்க தான் வந்து டிஸ்டர்ப் பண்ணி அனுப்பி விட்டுட்டோம் ஏய் ஓகே ஓகே அப்போ ஹாப்பி ஜேர்னி ഷോ ബ്രദർ നല്ല ഹാപ്പി ജേർണി സേഫ് ജേർണി ഓക്കെ ഓക്കെ അവരെ വണ്ടി ഇതാണ് ഡൊമിനർ അല്ലേ ഇത് ആ 400cc ഓക്കെ ഓക്കെ അപ്പോൾ അവരാണ് അവർ യാത്ര ഉഷാറാവട്ടെ ലഡാക്കിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാനും അവർ എത്തുന്ന സമയം ചിലപ്പോൾ എന്നെക്കാളും മുന്നേ അവരെത്തും ഞാൻ പിന്നെ കുറച്ച് അങ്ങനെ സ്റ്റേ ചെയ്ത് ഇങ്ങനെ പോകില്ലേ അവർ നല്ല ലെവലിൽ അങ്ങനെ പോകുന്നുണ്ടാവും അടുത്തത് ഞാൻ പറഞ്ഞ നേവി മുംബൈയാണ് റൂട്ട് അവിടുന്ന് അഹമ്മദാബാദ് അങ്ങനെയാണ് റൂട്ട് എന്നൊക്കെ പറഞ്ഞു ഓക്കെ പറ്റുകയാണെങ്കിൽ അവരെ ലഡാക്ക് വെച്ച് വീണ്ടും കാണാം ഇൻസ്റ്റാ യൂട്യൂബ് ഐ ഡി ഒക്കെ വാങ്ങി ഓക്കെ ഇവിടുന്ന് മൂവ് ആവാ അല്ല പിന്നെ അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അതിനിടയ്ക്ക് ഒരു മഴയും കൂടി പെയ്ത് തോർന്നിരുന്നു ഇപ്പോൾ സമയം 2:30 അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക ഇപ്പം നോർത്തിലേക്ക് ചാടിയല്ലോ ഇപ്പം നോർത്ത് ഫുഡ് തന്നെ ആവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കിംഗ് നമുക്കിപ്പോൾ റിസ്ക്കാണ് ഈ പൊരിഞ്ഞ മഴയത്ത് അപ്പം ഞാൻ നേരത്തെ കണ്ട തമിഴ്നാട് കോയമ്പത്തൂർ ആ 2 പയ്യന്മാരില്ലേ അവർ പറഞ്ഞു അഹമ്മദാബാദ് വരേക്കും മഴയൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും അതിന് ശേഷം കുറയുമെന്ന് നോക്കിയാൽ മതി അപ്പോൾ എന്തായാലും അഹമ്മദാബാദൊക്കെ ഒന്ന് കഴിയട്ടെ ഓക്കെ ഞാനങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി ഒരു എഗ്ഗ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇനി അത് കഴിച്ചിട്ടാവാം ഒന്ന് സൈഡാക്കി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ചൂയിങ്ങൊക്കെ ചവയ്ക്കാമെന്ന് വിചാരിച്ചു ഒന്നേ ബ്രെയിനൊന്ന് ഫോക്കസ് ആവട്ടെ അല്ല തമാശയല്ല ചൂയിങ്കം ചവയ്ക്കണതിന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേണേ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്ക് വെള്ളം ഞാൻ ഇന്നലെ ഈ ബാഗിൽ സെറ്റാക്കിയതാണ് കുറച്ച് വെള്ളം ബോട്ടിലുണ്ട് ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ടേ അത്ര വലിയ സീനില്ല
അങ്ങനെ വല്ലാതെ ബോഡി ക്ഷീണിക്കുക ഡ്രൈ ആവുക, വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ, അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഈ ക്യാപ്പ് ഇങ്ങനെ ഊരി ഇതിങ്ങനെ അഴിച്ചിട്ട് കുറച്ച് കുടിക്കാം. ഓക്കെ, എന്നിട്ട് ക്യാപ്പിട്ട് സെറ്റാക്കി വെക്കുക. അടുത്ത മഴക്കുള്ള കോളൊക്കെ കാണാനുണ്ട്. പോവാ. അവിടെ നിന്നും കുറേ മുന്നോട്ട് വന്നു. അങ്ങനെ ഇവിടെ കണ്ടില്ലേ വലിയൊരു കുറേ പാറകൾ, അവിടെ നിന്ന് വെള്ളം താഴത്തേക്ക് വരുന്നത്. ഏറ്റവും മേലെ നിന്നാണ് ഇങ്ങനെ റോഡ്. ഞാൻ കേരള ടു ലഡാക്ക് യാത്രയിൽ എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്നറിയോ? ഇപ്പം ഞാനിങ്ങനൊരു പ്ലാൻ എൻ്റെ മനസ്സിൽ വരുന്നു, ഞാൻ അതിൻ്റേതായ തയ്യാറെടുപ്പ് എഴുതി പ്ലാൻ ചെയ്യുന്നു, പുറപ്പെട്ടതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു എൻ്റെ അടുത്തുള്ള കോൺടാക്റ്റുള്ള ആൾക്കാരാണെങ്കിലും കോൺടാക്റ്റ് ചെയ്തിട്ട് അടിപൊളി, സൂപ്പർ, സേഫായി, അങ്ങനെ ഓക്കെ സേഫായി പോയി, അങ്ങനെ ഒരു ഇത്. പക്ഷേ ഓരോ സ്റ്റേറ്റിലെത്തുമ്പോഴും പല ടൈപ്പ് ആൾക്കാരാണ്. ഓരോ സ്റ്റേറ്റിലെത്തുമ്പോഴും പലരും വന്ന് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നോട്, നേരിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. അതേപോലെ വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ ബെസ്റ്റ് ഓഫ് ലക്ക്, ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞിട്ട് പോണവരുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത് വലിയൊരു പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. ശരിക്കും അവർക്കും ഒരു പ്രൗഡായിട്ടല്ലേ തോന്നുന്നത്, അവർക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്കാണോ പോകുന്നത്, ഭയങ്കര തന്നെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അവർക്കും തോന്നുകയാണ് നമുക്കും എന്തെങ്കിലും ചെയ്യണം. ലഡാക്കിൽ പോകണം എന്നല്ല, ചിലർക്ക് ലഡാക്ക് യാത്രയുടെ പ്ലാൻ ഉണ്ടാവും, പക്ഷേ നമുക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? ഞാനിപ്പോൾ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങനെ പോവുമല്ലേ. അപ്പോൾ പുറപ്പെട്ടതിന് ശേഷമാണ് എനിക്കറിയണത്, ഇത് കുറച്ച് റിസ്ക് യാത്ര തന്നെയാണ്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കാണുന്നവർക്കാണെങ്കിൽ സംഭവം അത്രയും റിസ്ക് എടുത്തിട്ട് അങ്ങനെ ഒരു സംഭവം ഇവൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള തോന്നലുകൾ ചിലർക്ക് ഉണ്ടാവില്ലേ? അങ്ങനെ ഞാൻ ചിന്തിച്ചു. ശരിയാണ്, എന്തായാലും അവർക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നട്ടെ. വെറുതെ ഇരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ജോലിക്കിടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഓരോ മേഖല ഉണ്ടാവും. അപ്പോൾ ഈ കേരള ടു ലഡാക്ക് യാത്ര സംബന്ധമായി മാത്രമല്ലെങ്കിലും ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊരു പ്രചോദനം ആയി എന്ന് പറയാം. ഓക്കെ, പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്ന് കഥാപ്രസംഗം പറയാതെ നീ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നോക്കടാ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ സൂര്യനെ കണ്ടിട്ട് ഇപ്പം എത്ര ദിവസങ്ങളായി. നല്ലൊരു തെളിഞ്ഞ ആകാശം, ഇടയ്ക്കൊരു വെയിൽ വന്നൊക്കെ പോകും, പക്ഷേ അതപ്പോൾ അപ്പം തന്നെ നിൽക്കും. ഒരു സൂര്യനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇതാണ്ട് ആകാശം കണ്ടില്ലേ, ഒരു സൂര്യനെ കണ്ടിട്ട് എത്ര ദിവസങ്ങളായി, അല്ലെങ്കിൽ തെളിഞ്ഞ ആകാശം കണ്ടിട്ട് എത്ര ദിവസങ്ങളായി. അങ്ങനെ ഇതാ കുറച്ച മോശം റോഡിലൂടെ പോകുന്നു. കട്ട് ചെയ്തിട്ട് ഹൈവേക്കാരൻ ഇവിടെ പണി നടക്കുന്നുണ്ട്, അവിടുന്ന് കട്ട് ചെയ്യാം, എന്നിട്ട് അങ്ങോട്ട് കയറാം. എന്താ റോഡ് അവിടെ പണി നടക്കണ തന്നെ കേട്ടോ. ഇതുവരെ അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ റോഡിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. ഇതിവിടെ മാത്രം, അതും ഈ ഒരു ടൗണിൽ മാത്രം, അതവിടെ സെൻറ്ററിൽ മാത്രം അവിടെ പണി നടക്കുന്നുണ്ടാണ്. അങ്ങനെ കുറേ കൂടി ഡ്രൈവ് ചെയ്ത് സൈഡാക്കിയപ്പോഴേ ഒരു ചെറിയൊരു പ്രതിഷ്ഠ, അതൊരു പാറയിലാണ് കേട്ടോ. അതാണ് എനിക്ക് പാറയിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടാ, എന്തോ ഒരു ദൈവം. ഉണ്ടോ? ഇത് വലിയൊരു പാറ, അതിൻ്റെ ഇവിടെ മണിയും എന്താ അല്ലേ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. അങ്ങനത്തെ റോഡ് കണ്ട, റോഡ് സൈഡ് NH സൈഡിലാണത്.
ഇപ്പം ഞാനേ രത്നഗിരി എന്നുള്ള സ്ഥലത്തിന് ഏകദേശം അടുത്തു കൂടെയാണ് പോകുന്നത്. ശരിക്കും രത്നഗിരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് നവംബറിൽ താജ്മഹൽ പോകുമ്പോൾ എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലമാണ് രത്നഗിരി. രത്നഗിരി അടിപൊളിയാണ്. പക്ഷേ രത്നഗിരി ടൗണോ അല്ലെങ്കിൽ ആ ഒരു രത്നാതുർഗ് ഫോർട്ടിലേക്കോ പോണില്ല. അതിനു മുമ്പ് ഒരു ടൗണുണ്ട്, അവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നേവി മുംബൈ ആ ഒരു റൂട്ടിന് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, നമ്മളന്ന് വന്ന ലൊക്കേഷൻ ഏകദേശം അടുത്താണ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 25 കിലോമീറ്റർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംഭവം എന്തായാലും ഈ ഒരു റൂട്ട് അത് രത്നഗിരി ആ ഒരു അടുത്തൊന്നും വരുമെന്ന് വിചാരിച്ചിരുന്നല്ല. സമയം ഏകദേശം 6 മണിയൊക്കെ ആവാറായി. ഓൾറെഡി മഴക്കാറൊക്കെ കൊണ്ട് ഇരുട്ടാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ആവണേൻ്റെ 8 ആവാറായി. ചോദ്യം ഇതാണ്, ഇന്ന് നൈറ്റ് എവിടെയാണ് സ്റ്റേ? ഇതാണ് ഇന്നത്തെ ചോദ്യം. എവിടെയാണ് ഇന്ന് നൈറ്റ്? ഒന്നുമേ പുരിയിലെ. ഇതൊന്നും ഇവിടെ ഒന്നും വലിയ വലിയ സിറ്റികളൊന്നും ഇവിടെ ഒന്നുമില്ല. നല്ല ജനത്തിരക്കുള്ള അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കുള്ള ഏരിയ ഒന്നും അല്ല ഇവിടെ. എത്രയോ കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ തന്നെ. ഇടയ്ക്ക് വണ്ടികളുണ്ടെങ്കിലും അങ്ങനെ വലിയ സിറ്റികളോ അങ്ങനെ ഈ റോട്ടിലില്ല. പിന്നെ ചിലയിടത്തൊക്കെ ഉണ്ട്, അതൊക്കെ പാലത്തിനടിയിലാണ്, NH-അടിയിലാണ് ഉള്ളത്, മേൽപ്പാലത്തിനടിയിൽ. ഞാൻ റോഡ് സൈഡിൽ ഒരു NH-ൻ്റെ സൈഡിൽ തന്നെ ഒരു കടയുടെ മുന്നിൽ നിർത്തിയിരിക്കുകയാണെങ്കിൽ നല്ല സ്ഥലം. ഇവിടെ അധികം അങ്ങനെ വെള്ളമാവില്ല. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് സൈഡായാലോ എന്ന് ആലോചിക്കുക ഞാൻ. നൈറ്റ് ടെൻ്റൊന്നും അടിക്കണില്ല, ടെൻ്റ് അടിക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. ടെൻ്റ് അടിച്ചാൽ പിന്നെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുമല്ലോ. ഒന്ന് ഉറങ്ങി കിട്ടിയാൽ പോലെ, കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കിട്ടിയാൽ അത്രയും നല്ലത്. അതുകൊണ്ട് ടെൻ്റ് അടിക്കാനൊന്നും ഉദ്ദേശമില്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ, നോക്കി നോക്കാം അന്തരീക്ഷം എങ്ങനെയാണെന്ന്. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, എന്നിട്ട് വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇവിടെ കിടക്കാം, വണ്ടി മൂടി വെച്ചിട്ട്. അങ്ങനെ പക്ഷേ എനിക്ക് അവിടെ അധികം നേരം ഇരിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം റോഡ് സൈഡായ കാരണം പെട്ടെന്ന് ആൾക്കാർ റോട്ടിൽ പോകുന്നവർ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് വിട്ട്. കാണുന്നില്ല, ഇരുട്ടാണോ? ഞാൻ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് വിട്ട് പിന്നെ ഒരു 50-60 കിലോമീറ്ററോളം ഞാനങ്ങനെ ട്രാവൽ ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു കടയുടെ അവിടെ ഒരു കടയുടെ വരാന്തയിൽ ഇരിക്കുകയാണ്. ഇവിടെ CCTV ഒന്നും ഇല്ല. ഇനി CCTVയിൽ അതിൻ്റെ ഓണറായിട്ടും കണ്ടിട്ട് ഇനിയിപ്പോൾ ആരാ എന്താണെന്ന് വെച്ചാൽ അയാളിനി എണീറ്റ് വരണ്ടല്ലോ. നമ്മളിന്ന് വല്ല കള്ളന്മാരാണെന്ന് വിചാരിച്ച് വന്നാലോ. വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്ത് ഈ ഒരു മൂലയ്ക്ക് ഇരുട്ടാണ്. അപ്പോൾ ഇവിടെ തലചായ്ച്ച് അങ്ങനെ ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നൈറ്റ് അങ്ങനെ പോട്ടെ, രാവിലെ ഒന്ന് നേരം വെളുത്താൽ എണീറ്റ് പോവാലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളത്തെ രാവിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാളെ രാവിലെ പറയാം. ഓക്കെ.